Hello everyone, welcome back to our YouTube channel. It's me Henna. ഇന്ന് നമ്മൾ ഒരു ക്ലോത്തിങ് സ്റ്റോറിൽ പോകാൻ പോവാണ്. ഒരു ഡ്രസ്സ് കടയിൽ നമ്മൾ പോകാൻ പോവാണ്. ഡ്രസ്സ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ക്ലോത്ത്സ് എന്ന് പറയണം. ഡ്രസ്സ് എന്ന് വെച്ചാൽ ഉടുപ്പ് എന്നുള്ള ഒരു അർത്ഥം മാത്രമേ വരുന്നുള്ളൂ ഇംഗ്ലീഷിൽ. സോ നമ്മൾ ഇന്ന് വെർച്വലി ഒരു ക്ലോത്തിങ് സ്റ്റോറിൽ പോകാൻ പോവാണ്. വി ആർ ഗോയിങ് ടു a clothing store to buy some clothes. ഓക്കെ, നമ്മളൊരു തുണിക്കടയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കല്യാണം എടുക്കാം. നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ട് 2 പേര് അല്ലെങ്കിൽ 3 പേര് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും അല്ലേ. നല്ല സാരിയൊക്കെ എടുത്തിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചേച്ചിമാരെ കാണാം. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് ചോദിക്കും, ചേച്ചി എന്താ നോക്കുന്നത്, അല്ലെങ്കിൽ മാഡം എന്താ നോക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷേ ഇതിന് പകരം ഇംഗ്ലീഷിൽ ഹൗ കെൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്നാണ് ചോദിക്കുക. വാട്ട് ഡു യു വോണ്ട് ടു ബൈ എന്ന് ചോദിക്കില്ല. ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത് എന്നാണ് ചോദിക്കുക. നമ്മൾ വോഡഫോണിലേക്കൊക്കെ വിളിക്കുമ്പോൾ അവരങ്ങനെ ചോദിക്കും അല്ലേ, മാഡം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കും. അതാണ് ഞാനിവിടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന സെൻറ്റൻസ്, ഹൗ കെൻ ഐ ഹെൽപ്പ് യു ടുഡേ. അപ്പോൾ നമ്മൾ പറയും അല്ലേ, എനിക്ക് ഈ സാരി നോക്കണമായിരുന്നു, എനിക്ക് ഷർട്ട് നോക്കണമായിരുന്നു എന്ന് നമ്മൾ പറയും. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല പറയേണ്ടത്. ഐ വുഡ് ലൈക്ക് ടു ബൈ എ സ്കേർട്ട് പ്ലീസ്, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട് പ്ലീസ്. എനിക്ക് ഇന്ന സാധനം വാങ്ങണം എന്നാണ് പറയുക. പക്ഷെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയില്ല. ഷർട്ട് നോക്കാനായിരുന്നു, സാരി നോക്കാനായിരുന്നു എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഭാഷകളുടെ വ്യത്യാസം കൊണ്ട് പറയുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട് പ്ലീസ്. ഷർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട് പ്ലീസ്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ബൈ ഇതൊന്ന് നമ്മൾ ഒന്ന് മനസ്സിരുത്തി പഠിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഒരു കടയിൽ ചെന്നിട്ട് ഐ വുഡ് ലൈക്ക് ടു ബൈ എന്നിട്ട് എന്താണോ വാങ്ങിക്കേണ്ടത് ആ സാധനത്തിൻ്റെ പേര് പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബാഗ് കടയിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ് പ്ലീസ്, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ് പ്ലീസ്, എ ഹാൻഡ് ബാഗ് പ്ലീസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമറാണ്, നമ്മൾ പോയിട്ട് കടയിൽ പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട് പ്ലീസ്. എനിക്കൊരു ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട് പ്ലീസ്. എക്സാക്ട് ട്രാൻസ്ലേഷൻ നമ്മൾ പഠിച്ചു വെക്കരുത്. അങ്ങനെ ആവുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ലുക്ക് എ ഷർട്ട് പ്ലീസ്, അതിന് മീനിങ്ങേ ഇല്ല. അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. എങ്ങനെ പറയണം, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട് പ്ലീസ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട് പ്ലീസ്. ഓക്കെ, അപ്പോൾ സെയിൽസ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ നമ്മളെ അടുത്ത് ചോദിക്കും ഏത് സൈസാണ് വേണ്ടത് എന്ന് ചോദിക്കും അല്ലേ. ഇതെങ്ങനെ ചോദിക്കും, വാട്ട് സൈസ് would you like? What size would you like? What size would you like? ഏത് സൈസാണ് വേണ്ടത്. What size you want അല്ലെങ്കിൽ what size do you want എന്നൊന്നുമല്ല ചോദിക്കുക. What size would you like? What size would you like? കുറച്ച് പൊളൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയാണ് എനിക്ക് സൈസ് എസ് ആണ് വേണ്ടത്. നമ്മൾ ടോപ്പൊക്കെ എടുക്കാൻ പോകുമ്പോൾ, ഷർട്ടൊക്കെ എടുക്കാൻ പോകുമ്പോൾ സൈസ് എസ്, എം, എൽ, എക്സൽ അങ്ങനെയല്ലേ പറയുക നമ്മൾ അളവ്. എനിക്ക് സൈസ് എസ് ആണ് വേണ്ടത്. ഇത് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് പറയും, സൈസ് എസ് പ്ലീസ്, സൈസ് എസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ മതി. സൈസ് എസ് പ്ലീസ് അല്ലെങ്കിൽ സൈസ് എം പ്ലീസ്, സൈസ് എൽ പ്ലീസ്. നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സൈസ് പറയാം. സൈസ് എക്സൽ പ്ലീസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അപ്പോൾ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ഷോപ്പിംഗ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ ചോദിക്കും ഏത് മെറ്റീരിയലാണ് നോക്കുന്നത് എന്ന് ചോദിക്കും അല്ലേ. ലിനൻ ആണോ, കോട്ടൺ ആണോ, പോളിസ്റ്റർ ആണോ, ഏത് മെറ്റീരിയലാണ് നോക്കുന്നത് എന്ന് ചോദിക്കും. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും, വാട്ട് ഫാബ്രിക്. മെറ്റീരിയൽ എന്ന് പറയരുത്, തുണിയുടെ മെറ്റീരിയൽ പറയുമ്പോൾ എപ്പോഴും ഫാബ്രിക് ആണ് യൂസ് ചെയ്യുക. വാട്ട് ഫാബ്രിക് would you prefer? What fabric would you prefer? അല്ലെങ്കിൽ would you like, ഇതിലേതായാലും കുഴപ്പമില്ല. What fabric would you prefer? What fabric would you prefer? അപ്പോൾ എങ്ങനെ ചോദിക്കും, ഏത് മെറ്റീരിയലാണ് നോക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കും, What fabric would you prefer? What fabric would you like? ഇതിലേതായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് ഫാബ്രിക് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ പറയാണ് ലിനൻ മതി. ഇതെങ്ങനെ പറയും, I would prefer linen. I would prefer linen. ഇനി ഇതല്ലെങ്കിൽ ലിനൻ പ്ലീസ് എന്ന് പറഞ്ഞാലും മതി. ലിനൻ പ്ലീസ്, I would prefer linen അല്ലെങ്കിൽ ലിനൻ പ്ലീസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് സെയിൽസ്മാൻ ചോദിക്കും കളർ ഏതാ വേണ്ടത് എന്ന് ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കില്ല. ഇനി കളർ ഏതാ വേണ്ടതെന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അതെങ്ങനെ ചോദിക്കും, What color
വാട്ട് കളർ വുഡ് യു ലൈക്ക്? വാട്ട് കളർ വുഡ് യു ലൈക്ക് അല്ലെങ്കിൽ പ്രിഫർ. വാട്ട് കളർ വുഡ് യു ലൈക്ക്? വാട്ട് കളർ വുഡ് യു ലൈക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പറയാണ് നീല കളർ കിട്ടുമോ, നീല കളർ ഉണ്ടാവുമോ, നീല കളറിലൊന്ന് നോക്കുമോ എന്നൊക്കെ പറയില്ലേ. ഇതിനെല്ലാത്തിനും കൂടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് പറയാം. കെൻ ഐ ഗെറ്റ് ബ്ലൂ കളർ? കെൻ ഐ ഗെറ്റ് ബ്ലൂ കളർ? നീല കളറിൽ കിട്ടുമോ? കെൻ ഐ ഗെറ്റ് ബ്ലൂ കളർ? കെൻ ഐ ഗെറ്റ് ബ്ലൂ കളർ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ കളറിൻ്റെ പ്രിഫറൻസ് പറഞ്ഞു, ഫാബ്രിക്കിൻ്റെ പ്രിഫറൻസ് പറഞ്ഞു, സൈസ് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മളുടെ സെയിൽസ്മാൻ കുറച്ച് ബ്ലൂ കളറിൽ എടുത്ത് കാണിച്ചു തരും അല്ലേ. റാക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അതെങ്ങനെ പറയും? ഹിയർ യു ഗോ, ഹിയർ യു ഗോ എന്ന് പറയും. ഹിയർ യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എന്നാണ് ഒരു അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. കാണിച്ചു തന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഐ വിൽ ഗോ വിത്ത് ദിസ് എന്ന് നമുക്ക് പറയാം. ഐ വിൽ ഗോ വിത്ത് ദിസ് അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് ദിസ്. ഇനി അതും അല്ലെങ്കിൽ ഐ വിൽ ടേക്ക് ദിസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളടുത്ത് ഷോപ്പ് അസിസ്റ്റൻറ്റ് ചോദിക്കും അല്ലേ, വേറെന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും. വേറെന്തെങ്കിലും വേണോ എന്നെങ്ങനെ ചോദിക്കും? എനിത്തിങ് എൽസ് മാം? എനിത്തിങ് എൽസ് മാം? വേറെന്തെങ്കിലും വേണോ എന്നെങ്ങനെ ചോദിക്കും? എനിത്തിങ് എൽസ് മാം? എനിത്തിങ് എൽസ് മാം എന്ന് ചോദിക്കും. നത്തിങ് എൽസ്, ദാറ്റ്സ് ഓൾ. വേറൊന്നും വേണ്ട, ഇത് മതി എന്നെങ്ങനെ പറയും? നത്തിങ് എൽസ്, ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ഓൾ എന്ന് പറയാം. ഒന്നില്ലെങ്കിൽ നത്തിങ് എൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ്സ് ഓൾ എന്ന് പറയാം. സാധനമൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടു, എടുക്കാമെന്നും പറഞ്ഞു. പ്രൈസ് ചോദിക്കാൻ മറന്നു. അപ്പോൾ നമ്മൾ പ്രൈസ് എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ഇറ്റ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? എത്രയാണ് ഇതിനെത്രയാ എന്നെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ഇറ്റ്? ഹൗ മച്ച് ഇസ് ഇറ്റ് എന്ന് ചോദിക്കാം. ഇതിനെത്രയാണ് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ഇറ്റ്? ഹൗ മച്ച് ഇസ് ഇറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ നമ്മൾ സാധനം എടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് കസ്റ്റമറിൻ്റെ അടുത്ത് ഷോപ്പിംഗ് അസിസ്റ്റൻറ്റ് ചോദിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ, ഒന്ന് ഇട്ട് നോക്കണോ എന്ന് ചോദിക്കും അല്ലേ. ഒന്ന് ഇട്ട് നോക്കണോ എന്നെങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു ലൈക്ക് ടു ട്രൈ ഇറ്റ് ഓൺ? വുഡ് യു ലൈക്ക് ടു ട്രൈ ഇറ്റ് ഓൺ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും വേണ്ട, ഇത് പാകാവും എന്നെങ്ങനെ പറയും? നോ താങ്ക്സ്, ദിസ് വിൽ ഫിറ്റ് മീ അല്ലെങ്കിൽ ദിസ് വിൽ ബി പെർഫെക്റ്റ് എന്ന് പറയാം. നോ താങ്ക്സ്, ദിസ് വിൽ ഫിറ്റ് മീ അല്ലെങ്കിൽ ദിസ് വിൽ ബി പെർഫെക്റ്റ് ഫോർ മീ എന്ന് പറയാം. ഇത് നിനക്ക് നന്നായിട്ട് പാകാവുന്നുണ്ട് എന്നെങ്ങനെ പറയും? ദിസ് ഫിറ്റ്സ് യു വെൽ. ദിസ് ഫിറ്റ്സ് യു വെൽ. കറക്റ്റ് സ്റ്റിച്ചിങ് ഒക്കെയാണ്, കറക്റ്റ് പാകാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദിസ് ഫിറ്റ്സ് യു വെൽ. ദിസ് ഫിറ്റ്സ് യു വെൽ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ അടുത്ത് ഷോപ്പിംഗ് അസിസ്റ്റൻറ്റ് പറയും ബില്ല് കൗണ്ടറിൽ അടച്ചോളൂ, ബില്ല് ക്യാഷ് കൗണ്ടറിൽ അടച്ചോളൂ, അല്ലെങ്കിൽ ബില്ല് അവിടെ അടച്ചോളൂ എന്ന് പറയും അല്ലേ. ഇതെങ്ങനെയാണ് പറയുക? യു ക്യാൻ പേ അറ്റ് ദ കൗണ്ടർ, യു ക്യാൻ മേക്ക് ദ പേയ്മെൻറ്റ് ദെയർ അല്ലെങ്കിൽ യു ക്യാൻ പേ അറ്റ് ദ കൗണ്ടർ എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയി കാണിച്ചു തരും അല്ലേ. യു ക്യാൻ പേ അറ്റ് ദ കൗണ്ടർ അല്ലെങ്കിൽ യു ക്യാൻ മേക്ക് ദ പേയ്മെൻറ്റ് ദെയർ എന്ന് പറഞ്ഞ് കാണിച്ചു തരും. ഓക്കെ, അങ്ങനെ നമ്മൾ എവിടെ പോയി? ക്യാഷ് കൗണ്ടറിൽ പോയി. ക്യാഷ് കൗണ്ടറിൽ ആരായിരിക്കും ഉണ്ടാവുക? ദർ വിൽ ബി എ കാഷ്യർ. കാഷ്യർ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ കാഷ്യർ നമ്മളുടെ അടുത്ത് ദിസ് ഇസ് ദ ടോട്ടൽ. ടോട്ടൽ ഇപ്പോൾ ഒരു 500 രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് പറയും ദ ടോട്ടൽ ഇസ് 500 പ്ലീസ് എന്ന് പറയും. ദ ടോട്ടൽ ഇസ് 500 പ്ലീസ് എന്ന് പറയും. അപ്പോൾ അയാൾ നമ്മളുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടാണോ കാർഡായിട്ടാണോ പേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ക്യാഷ് ഓർ കാർഡ് എന്ന് ചോദിക്കും. ഈ ക്യാഷ് ഓർ കാർഡ് എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വിൽ യു ബി പേയിങ് വിത്ത് ക്യാഷ് ഓർ കാർഡ്? വിൽ യു ബി പേയിങ് വിത്ത് ക്യാഷ് ഓർ കാർഡ് എന്ന് ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുക? വിൽ യു ബി പേയിങ് വിത്ത് ക്യാഷ് ഓർ കാർഡ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ ആണോ ക്യാഷ് ആണോ എന്ന് ചോദിക്കും അല്ലേ. വിൽ യു ബി പേയിങ് വിത്ത് ക്യാഷ് ഓർ ഗൂഗിൾ പേ എന്ന് ചോദിക്കാം. അപ്പോൾ ഗൂഗിൾ പേ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെ പറയും? ഗൂഗിൾ പേ പ്ലീസ്, ഗൂഗിൾ പേ പ്ലീസ്, അത് മതി, ഗൂഗിൾ പേ പ്ലീസ്. അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് പ്ലീസ് എന്ന് പറയാം. ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിൽ ഹിയർ ഇസ് ദ QR കോഡ് എന്ന് പറയും. നമ്മളടുത്ത് കാഷ്യർ എന്ത് പറയും? ഇതാണ് QR കോഡ്, ഹിയർ ഇസ് ദ QR കോഡ് എന്ന് പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ സ്കാൻ ദ QR കോഡ്, വി വിൽ സ്കാൻ ദ QR കോഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അങ്ങനെ അവിടെ നമ്മളുടെ പർച്ചേസിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കാഷ്യർ ചോദിക്കും കവർ വേണോ എന്ന് ചോദിക്കും അല്ലേ. ഈ കവർ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ബാഗ്. ഇംഗ്ലീഷിൽ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിയുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ
വുഡ് യു ലൈക്ക് എ ബാഗ് എന്ന് ചോദിക്കും. എന്താണ് നമ്മുടെ അടുത്ത് ചോദിക്കുക കാഷ്യർ? വുഡ് യു ലൈക്ക് എ ബാഗ്, ബാഗ് വേണോ എന്നാണ് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് എ ബാഗ്, വുഡ് യു ലൈക്ക് എ ബാഗ്. അപ്പോൾ ബാഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? യെസ് പ്ലീസ്, യെസ് പ്ലീസ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ബാഗൊക്കെ ചോദിക്കും അല്ലേ? കെൻ ഐ ഗെറ്റ് എൻ എക്സ്ട്രാ ബാഗ് പ്ലീസ്, കെൻ ഐ ഗെറ്റ് എൻ എക്സ്ട്രാ ബാഗ് പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം, എക്സ്ട്രാ ബാഗ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സാധനം ബാഗിലൊക്കെ ഇട്ട് നമ്മളുടെ കയ്യിൽ ഹിയർ യു ഗോ എന്ന് പറഞ്ഞിട്ടാണ് തരിക. എങ്ങനെ പറയും? ഹിയർ യു ഗോ, ഇതാ എന്നെങ്ങനെയാ പറയാ? ഹിയർ യു ഗോ. അപ്പോൾ നമ്മൾ എന്ത് പറയും? താങ്ക് യു സോ മച്ച്. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് പറയും താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് അസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ, താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് അസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? സെയിം ടു യു, സെയിം ടു യു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്ലോത്തിങ് സ്റ്റോറിൽ പോയിട്ട് ക്ലോത്ത് പർച്ചേസ് ചെയ്യാനുള്ള അത്യാവശ്യമായിട്ടുള്ള സെൻറ്റൻസുകളാണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് അസിസ്റ്റൻറ്റും അതുപോലെ കസ്റ്റമറും തമ്മിലുള്ള ഒരു റോൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 റോൾസും നിങ്ങൾ തന്നെ വായിക്കുക. കസ്റ്റമറിൻ്റെ റോളും അതുപോലെ തന്നെ ഷോപ്പിംഗ് അസിസ്റ്റൻറ്റിൻ്റെ റോളും രണ്ടും നിങ്ങൾ തന്നെ വായിക്കുക. ഒരു 3-4 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നിങ്ങൾ തറോ ആവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. സോ until we see next time, it's me Hannah signing off. Take care. Bye bye.